ഇപ്പോൾ ഡൽഹിയിൽ വി.പി. സുഹ്റ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഉദ്ദേശിച്ച കാര്യങ്ങൾ ഈ കാര്യങ്ങളിപ്പം ഓരോ ഭാഗത്തുനിന്ന് വന്നല്ലോ. ഇപ്പം ആനിരാജ മേഡം വന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണെന്ന് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്, പക്ഷെ തുടരൂല എന്ന് പറയാൻ പറ്റില്ല. പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയിൽ ഇപ്പം മിനിസ്റ്റേഴ്സ് ആരെങ്കിലും, അതാണ് ഞാൻ 2 ദിവസം കൂടുതൽ എടുത്തത്. അപ്പോൾ മിനിസ്റ്റേഴ്സ് ആരെങ്കിലും വിളിക്കാൻ ഇപ്പം വന്നല്ലോ, ഒരു വിളി വന്നല്ലോ. നമുക്ക് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ വനിതാ ശിശുക്ഷേമ മന്ത്രിയായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ച? അതൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ശ്രമിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്, ചെയ്യുമായിരിക്കും. അപ്പം സാറിന് 2-3 ദിവസം ഇവിടെ ഉണ്ട്. എന്തായാലും 27-നാണ് ഞാൻ പോകുന്നത്. അതുവരെ അതിനൊക്കെ ആരെങ്കിലും ഇപ്പോൾ കൊടുത്ത കത്തിന് പിന്നെ ഒന്ന് എനിക്ക് പ്രിയങ്ക ഗാന്ധിയെ കാണുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിക്കും അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആവശ്യം ഉന്നയിച്ചിട്ട് പ്രിയങ്ക ഗാന്ധി നമ്മളെ MP അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു വനിതയും കൂടിയാണല്ലോ. അപ്പോൾ അവരെ ഒന്ന് കാണണം അടിയന്തരമായിട്ട്. അതിനുള്ള സംവിധാനം ആരെക്കൊണ്ടെങ്കിലും ഉണ്ടാക്കിപ്പിക്കണം. ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ നന്ദിയുണ്ട്. നിങ്ങളാണ് ഇതിന് ശരി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്ന്. എന്തായാലും ഈ ബൽറാം തുടരാം. സമരം വി.പി. സുഹ്റയുടെ നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വി.പി. സുഹ്റയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഡൽഹിയിലെ ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിക്കുകയും കേന്ദ്രമന്ത്രിമാരെ, വനിതാ ശിശുക്ഷേമ മന്ത്രി അടക്കമുള്ളവരുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാം എന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി ഇപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ബാക്കി എന്തൊക്കെ ഉറപ്പുകളാണ് സുരേഷ് ഗോപിയുടെ നിന്ന് ലഭിച്ചത്? അല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാനാകെ ടയേർഡായിരുന്നു. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ആളെടുത്ത് കൊടുത്തിട്ട് സംസാരിപ്പിച്ചതാണ്. അതാ ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ശ്രമിക്കാം. അതാണ് എന്നോട് ചോദിച്ചത്. അതാണ് ഞാൻ ആരെങ്കിലും പിന്നെ ഈ വനിതാ ശിശുക്ഷേമ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞു. പിന്നെ ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയിൽ അവരെയൊക്കെ ഒന്ന് കാണണം. പ്രിയങ്ക ഗാന്ധി മേഡത്തിനെ കാണണം. അങ്ങനെ എല്ലാവരെയും കണ്ടിട്ട് നമ്മളെ വിഷയങ്ങൾ അവരിലെല്ലാം എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ അപ്പോൾ ഈ നിരാഹാര സമരം ഉണ്ടാവില്ല. എന്നാൽ ഈ പോരാട്ടം തുടരും. അടുത്ത 2-3 ദിവസം കൂടി ഡൽഹിയിൽ തന്നെ തുടരും. ഈ ഒരു സമയത്തിനുള്ളിൽ കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമം ഉണ്ടാകും. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയെ കണ്ടും നിവേദനം നൽകുന്നുണ്ട്. ഈ ആവശ്യത്തിനായുള്ള പിന്തുണ, മുസ്ലിം സ്ത്രീകൾക്ക് തുല്യ അവകാശം ഉറപ്പാക്കുന്നതിനുള്ള പിന്തുണ ആവശ്യപ്പെട്ടായിരിക്കും ഈ കൂടിക്കാഴ്ച നടത്തുക. താൽക്കാലികമായി എന്തായാലും സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ ആവശ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് തന്നെയാണ് വി.പി. സുഹ്റ വ്യക്തമാക്കുന്നത്. ശരി ബൽറാം, എന്തായാലും വളരെ ക്ഷീണിതയായിട്ടാണ് കാണപ്പെടുന്നത്. എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കട്ടെ. മന്ത്രിയോട് സംസാരിക്കാനായി എന്ന് പറയുന്നത് ഒരു ചുവട് മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും കൂടുതൽ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവട്ടെ എന്ന ഒരു പ്രതീക്ഷയുമുണ്ട്.